ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നോമ്പിൻ്റെ നാളുകളിലെ നല്ലൊരു ചിന്തയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളിൽ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത് 2 മനുഷ്യരെക്കുറിച്ചും അവർ പണിതിരിക്കുന്ന ഭവനങ്ങളെക്കുറിച്ചുമാണ്. 2 മനുഷ്യരും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരാണ്. അവർ വ്യത്യസ്ത തലങ്ങളിലാണ് തങ്ങളുടെ ഭവനങ്ങളെ പണിയുന്നത്. എന്നാൽ ഭവനത്തിൻ്റെ പണികളെല്ലാം പൂർത്തിയായ ശേഷം പിന്നീട് സംഭവിക്കുന്ന വീഴ്ചകളെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നുണ്ട്. ഈ വേദഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാം ഒരു ചിന്തയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കണം. നോമ്പ് കാലയളവിൽ ദൈവവചന കേൾവിക്ക് ധാരാളം പ്രാധാന്യം നാം നൽകാറുണ്ട്. വ്യത്യസ്ത ഇടങ്ങളിലായിട്ട് സുവിശേഷ യോഗങ്ങൾ ക്രമീകരിച്ച് ദൈവവചനം കേൾക്കുവാനായിട്ട് നാം വാഞ്ചയോടെ കാത്തിരിക്കുന്നവരാണ്. എന്നാൽ വചനം കേട്ട് മടങ്ങിപ്പോകുന്ന അനുഭവമാണ് ഇന്ന് പലയിടങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വചനം കേൾക്കുന്നത് പോലെ തന്നെ അത് ജീവിതത്തിൽ അനുസരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. വചനം നമ്മുടെ ജീവിതങ്ങളോട് ഇടപെടുമ്പോൾ അത് നാം ആയിരിക്കുന്ന മേഖലകളിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് സാധ്യമാകണം. നമുക്കറിയാം, നോമ്പ് കാലയളവിൽ വചനം വായിക്കുന്നതിന് ധാരാളം അവസരങ്ങൾ എല്ലായിടങ്ങളിലും ഇന്ന് ലഭിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പങ്കാളികളാകുവാൻ നാം ആഗ്രഹിക്കുകയും അതിന് വ്യത്യസ്തങ്ങളായ തലങ്ങളെ ഒരുക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്. എന്നാൽ ദൈവവചനം വായിക്കുന്നതിനപ്പുറമായിട്ട് എൻ്റെ ജീവിതത്തോട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് നാം ഇന്ന് പരിശോധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും മറ്റുള്ളവരിലൂടെ ദൈവവചനം കേൾക്കുമ്പോൾ അവരുടെ വ്യാഖ്യാന ശൈലികൾ അല്ലെങ്കിൽ അവർ പറയുന്ന ഉപമകൾ ഇതെല്ലാം മാത്രം കേട്ട് അതിൻ്റെ മറ്റ് സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് മടങ്ങുന്നതിനപ്പുറമായിട്ട് ഈ നോമ്പ് കാലയളവിൽ വചന ധ്യാനത്തിന് നാം പ്രാധാന്യം നൽകുമ്പോൾ അത് അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. കാരണം വചനം അനുസരിക്കുന്നുവെങ്കിൽ മാത്രമേ ഈ നോമ്പ് കാലയളവിലെ വചന ധ്യാനം നമുക്ക് പ്രയോജനപ്രദമാകുകയുള്ളൂ. ഈ നാളുകളിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ കഴിയണം. നാം വചനം കേട്ട് മടങ്ങിപ്പോകുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകും. എന്നാൽ വചനം അനുസരിക്കുമ്പോൾ ആ വീഴ്ചയുടെ അനുഭവത്തിൽ നിന്ന് ദൈവം നമ്മെ കരം പിടിച്ചുയർത്തും. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന ദൈവവചനം അത് ആഴമായ അനുഭവത്തിൽ സ്വീകരിച്ച് ഈ നോമ്പുകാലയളവിൽ ലഭിക്കപ്പെടുന്ന സമയങ്ങളെ ഏറ്റവും അർത്ഥവത്തായിട്ട് ഉപയോഗപ്പെടുത്തി അനുഗ്രഹീതമായ ഒരു നോമ്പുകാലയളവ് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും തിരുവചന ധ്യാനത്തിലൂടെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന വിലയേറിയ അവസരങ്ങളെ നഷ്ടപ്പെടുത്താതെ വചനത്തിൻ്റെ അമൂല്യമായ അനുഗ്രഹത്തിലൂടെ ഞങ്ങൾ സഞ്ചരിക്കേണ്ടതിന് അവ കേട്ട് അനുസരിക്കുവാൻ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ അവിടുന്ന് ഒരുക്കണം. അതിനു വേണ്ടുന്ന ദൈവകൃപ ഞങ്ങളിലേക്ക് പകരണം. ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആമേൻ.